അനുഗ്രഹീതമായ നോമ്പ് കാലഘട്ടങ്ങളിലൂടെയാകുന്നുവല്ലോ നാം കടന്നു പോകുന്നത്. അനുഗ്രഹത്തോടുകൂടെ ശുഭകോന ശുശ്രൂഷയിൽ ആരംഭിച്ച് ഇന്ന് ഞായറുകളും തിങ്കളുകളും അങ്ങനെ ദിവസങ്ങൾ കടന്നുകൊണ്ട് മറ്റൊരു അനുഗ്രഹീത വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമ്മളായിത്തീരുകയാണ്. ദൈവം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയ സകല അനുഗ്രഹങ്ങളെ ഓർപ്പാനും ആ അനുഗ്രഹങ്ങൾക്ക് പ്രാപ്തിയുള്ളവരായതുകൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മെ കാണുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ ഇന്നുവരെയും പുലർത്തിയ ദൈവം മുമ്പാകെ സമർപ്പണത്തോടുകൂടെ ജീവിതത്തെ നയിപ്പാൻ, ആ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ മാറ്റിക്കൊണ്ട് വീണ്ടും നവീകരണത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനും നമുക്കൊരുക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളായി തന്നെ ഈ നിമിഷങ്ങളെ കാണുവാനായിട്ട് ഇടയാകണം. അവിടെ മാത്രമാണ് ഈ നോമ്പ് കാലഘട്ടങ്ങൾ, ഒപ്പം അതിൽ നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനങ്ങളും നമ്മൾ പാടി പൂർത്തീകരിക്കുന്ന പാട്ടുകളും നമ്മൾ പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കുന്ന പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അടിസ്ഥാനപ്പെട്ടു പോവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രഥമമായി ബോധ്യപ്പെടുത്തട്ടെ. ശുദ്ധവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. എപ്പോഴാണ് ഈ വചനം ധ്യാനിപ്പാനും ആ ധ്യാനിക്കുന്ന അനുഭവത്തിൽ ജീവിതത്തിന് അതിന് ഉണർവ് നൽകുവാനും കഴിയുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ പാതകൾക്കും ഊടുവഴികൾക്കും ഇത് പ്രകാശമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വചനം നാം വായിച്ചു തീർന്ന ചില കഥപുസ്തകങ്ങൾക്ക് തുല്യമായി മാത്രം ഇങ്ങനെ മാറിപ്പോവുകയാണ്. ദിവസവും നമ്മൾ വായിക്കുന്ന പത്രത്തിന് തുല്യമായി മാത്രം അത് മാറിപ്പോവുകയുള്ളൂ. പക്ഷെ എപ്പോഴാണ് ഇത് ജീവിതത്തിലേക്ക് ഇറങ്ങി വസിക്കുവാനിടയാകുന്നത്? എപ്പോഴാണ് ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഇതൊരു കാരണമായി തീരുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾക്ക് ഇതൊരു മുന്നോടിയായി തീരുന്നത് അവിടെ മാത്രമേ ഈ വചനം ഒരു പ്രകാശമായിട്ട് നമുക്ക് തീരുകയുള്ളൂ. ആയതുകൊണ്ട് ദൈവമേ, നീ ഈ ഒരുക്കി തന്നിട്ടുള്ള നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹീത നിമിഷമെന്ന് ഞാൻ കാണുകയും നീ എന്നെ കേൾപ്പാനായി എൻ്റെ കാതുകളെ തുറന്ന് എനിക്ക് നൽകുന്ന ഈ ദൈവവചനത്തിൻ്റെ വലിയ ബോധ്യങ്ങളെ എൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായി തീരുവാനും എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ നിമിഷത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ഒരു കഥ പറയാം. ഒരു അപ്പനും മകനും. മകൻ അപ്പൻ്റെ അടുക്കൽ വന്ന് ഒരു സംശയം ചോദിക്കുക. എന്താണപ്പ ജീവിതത്തിൻ്റെ വില? വാല്യൂ ഓഫ് ലൈഫ്. ജീവിതം ഈ ഭൂമിയിൽ ജനനത്തിലൂടെ ആരംഭിച്ച് മരണമെന്ന് വിളിക്കപ്പെടാത്ത അതിഥിയെ തേടിയുള്ള ഇങ്ങനെ യാത്ര നമ്മൾ നിർവഹിക്കുന്ന നിമിഷങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ നമുക്കും തോന്നിപ്പോയ ഒരു സംശയമാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വില? ഈ മകൻ അപ്പനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പൻ ഒരുപാട് വർണ്ണിക്കുവാനൊന്നും പോയില്ല, ഒരുപാടൊന്നും വിവരിച്ചു പറയുവാനും തയ്യാറായില്ല. മറിച്ച് ആ മകൻ്റെ കൈകളിലേക്ക് ഒരു കല്ല് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മകനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് അടുത്തുള്ള ചന്തയിലേക്ക് പോവുക, അവിടെ ഈ കല്ല് വെക്കുക, എന്നിട്ട് ആരെങ്കിലും വന്ന് നിന്നോട് ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ നീ ഒരക്ഷരം പോലും മിണ്ടരുത്, ഒരാംഗ്യം മാത്രം കാണിക്കുക. ഇങ്ങനെ അപ്പനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകൻ ആയതുകൊണ്ട് തന്നെ ആ മകൻ അപ്പൻ ചോദിച്ചതിന് മറുപടി ലഭിക്കാത്തതിനെ കുറിച്ച് പരിഭവങ്ങൾ പറഞ്ഞില്ല. യാതൊരു കുഴപ്പങ്ങളും കൂടാതെ അപ്പൻ ഏൽപ്പിച്ച കല്ലുമായിട്ട് അപ്പൻ പറഞ്ഞ ഇടത്തേക്ക് പോവുകയാണ്, മറുചോദ്യങ്ങൾ ഇല്ലാതെ. അതാണ് അതിനകത്തെ അടിസ്ഥാനമായി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്. ആ മകൻ അപ്പൻ പറഞ്ഞതുപോലെ ചന്തസ്ഥലത്തേക്ക് പോയി അവിടെ നിന്നു. അവൻ ആ കല്ലവിടെ വെച്ചു. ഒരു മനുഷ്യൻ വന്ന് അവനോട് ചോദിച്ചു, ഈ കല്ലിൻ്റെ വില എത്രയാണ്? അപ്പൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നീ കല്ലുമായിട്ട് ചന്തസ്ഥലത്ത് പോകണം, ആരെങ്കിലും വന്ന് നിന്നോട് വില ചോദിച്ചാൽ നീ എന്തേ പറയാവൂ? നിന്റെ കൈകൾ ഉയർത്തുക, ഒരക്ഷരം പോലും മിണ്ടരുത്.
ഈ മകൻ അപ്പൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അനുസരിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ, ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിക്കുക. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, 2000 രൂപയേ ഉള്ളൂ അല്ലേ? പക്ഷെ അപ്പൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ കല്ല് കൊടുക്കരുത്. സന്തോഷത്തോടുകൂടി ഈ മകൻ തിരികെ വരികയാണ്. കാരണം അവൻ എന്തോ ഒന്ന് അപ്പനിൽ നിന്ന് അന്വേഷിച്ചറിയുവാനുള്ള വ്യഗ്രതയിലായതുകൊണ്ട് തന്നെ ഈ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ ഓടി വന്ന് ഈ വന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വർണ്ണിച്ച് പറയുകയാണ്. അപ്പൊ ഈ അപ്പൻ ആ മകന്റെ മറുപടി കേട്ടുകൊണ്ട് വീണ്ടും മകനോടൊന്നും പറഞ്ഞില്ല. അവനോട് പറഞ്ഞു, നീ വീണ്ടും ഈ കല്ലുമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോവുക. അപ്പോഴും മറുചോദ്യങ്ങളില്ലാതെ ഈ മകൻ എന്ത് ചെയ്യുകയാണ്? പോവുകയാണ്. അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവൻ ക്രമീകരിക്കുന്നത്. മ്യൂസിയത്തിൽ ചെന്ന് അതിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോഴും കടന്നു വരുന്ന ഒരു മനുഷ്യൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, ഈ കല്ലിൻ്റെ വില എത്രയാണ്? അപ്പൻ പറഞ്ഞതുപോലെ ഈ കുഞ്ഞെന്ത് ചെയ്തു? ഒരക്ഷരം പോലും വേണ്ടിയില്ല, കൈകൾ ഉയർത്തി കാണിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, 20,000 രൂപയേ ഉള്ളൂ. വളരെ സന്തോഷത്തോടുകൂടി ആ മകൻ എന്ത് ചെയ്യുകയാണ്? വീണ്ടും അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ ഓടുകയാണ്. വീണ്ടും അപ്പൻ പറഞ്ഞു, നീ ഈ കല്ലുമായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു രത്നവ്യാപാരിയുടെ അടുക്കിലേക്ക് പോകണം. ആ മകൻ വീണ്ടും അപ്പനോട് മറുചോദ്യങ്ങൾ ചോദിക്കാതെ അപ്പൻ പറഞ്ഞ വാക്കിനെ കേട്ടുകൊണ്ട് അടുത്തുള്ള രത്നവ്യാപാരിയുടെ അടുക്കിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്നു രത്നവ്യാപാരിയുടെ അടുക്കൽ ഈ കല്ലുകൾ വെച്ചു. ആ രത്നവ്യാപാരിയും അവനോട് ചോദിച്ചു, ഈ കല്ലിൻ്റെ വില എത്രയാണ്? അപ്പൻ പറഞ്ഞതുപോലെ ആ മകൻ ഒരക്ഷരവും പറഞ്ഞില്ല, കൈകൾ ഉയർത്തി കാണിച്ചു. രത്നവ്യാപാരി പറഞ്ഞു, 2 ലക്ഷം രൂപയേ ഉള്ളൂ. എന്നിട്ട് ഈ മകൻ ഈ കല്ലുമായിട്ട് അപ്പൻ്റെ അടുക്കിലേക്ക് വീണ്ടും സന്തോഷത്തോടു കൂടി വരിക. ആദ്യം പോയ ആ എനർജിയിൽ തന്നെയാണ് ഈ തിരികെ വരുന്നത്. അപ്പൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അപ്പൻ ഓടിക്കാൻ പോയില്ല. അപ്പൻ പറഞ്ഞു, മകനെ, ഈ കല്ലിൻ്റെ വില നിശ്ചയിച്ചത് നീ ചെന്ന ചില ഇടങ്ങളാണ്, നീ ചെന്ന് ഇടപെട്ട വ്യക്തികളാണ്. നിന്റെ വാക്കുകളോ നിന്റെ ഇടപെടലുകളോ എന്നതിനേക്കാൾ ഉപരിയായി നീ ചെന്ന ഇടങ്ങളും നീ ഇടപെട്ട വ്യക്തികളും അതിന് മൂല്യം നൽകിയെങ്കിൽ ജീവിതത്തിനും ചില മൂല്യങ്ങൾ നിർണ്ണയിക്കുവാൻ നീ ഇടപഴകുന്ന ഇടങ്ങൾ, വ്യക്തികൾ, വ്യക്തിത്വങ്ങൾ അതിന് വില നൽകുമെന്ന്. ഈ നോമ്പിൽ നമ്മളും യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ വിലയെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇടപെടുന്ന ഇടങ്ങൾ, നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾ, ആ വ്യക്തികളോടുള്ള നമ്മളുടെ ഇടപെടലുകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മൂല്യം നൽകുന്നത് എന്ന യഥാർത്ഥമായ ബോധ്യത്തിലാകണം ഈ നോമ്പിനെ നമ്മൾ നിർവഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. നാം എന്തൊക്കെയോ നേടിയെന്ന് പറയുന്നത് കൊണ്ടോ, നാം എന്തൊക്കെയോ ആയിത്തീർന്നു എന്ന് പറയുന്നത് കൊണ്ടോ, ദൈവമുമ്പാകെ ഒരുപാട് നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനാ നിമിഷങ്ങളും ചെലവഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വില എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകും. ഇവിടെ വ്യക്തമായി പറഞ്ഞല്ലോ, അപ്പൻ്റെ മുമ്പാകെ മറുചോദ്യങ്ങൾ കൂടാതെ ഓടിയ മകനാണ് അവസാനം എന്ത് ലഭിച്ചത്? മറുപടികൾ ലഭിച്ചത്. പലപ്പോഴും നമ്മളുടെ ഓട്ടങ്ങളുടെ ആദ്യം എന്ന് പറയുന്നത് വളരെ ഉത്സാഹത്തോടു കൂടിയുള്ളതാണ്. അത് നോമ്പായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് തീരുമാനങ്ങളായിക്കൊള്ളട്ടെ, എല്ലാത്തിൻ്റെയും ആദ്യ പാദത്തിൽ എന്തുണ്ട്? 100% എനർജി അതിനകത്തുണ്ട്. പക്ഷേ ഈ മകനെ പോലെ 1-2 ഓട്ടങ്ങൾക്ക് അത് വീണ്ടും സാധ്യതകൾ ഒരുക്കുമ്പോൾ നമ്മൾ നിന്ന് ഈ എനർജിയും ദൈവമുമ്പാകെയുള്ള നിലനിൽപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞു പോകുവാൻ വേണ്ടി അല്ല നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന ബോധ്യം ആദ്യമായി ബോധ്യപ്പെടുവാനിടയാകും. അവിടെയാണ് ദൈവ സാന്നിധ്യത്തിനും ദൈവം സംസാരിക്കുന്ന വാക്കുകൾക്കും ദൈവം നമുക്ക് വെളിച്ചമായി നൽകിയ വചനത്തിനും യഥാർത്ഥമായി സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പൂർണ്ണമായിട്ട് ആദ്യമേ ബോധ്യപ്പെടുത്തിക്കൊള്ളട്ടെ. ആയതുകൊണ്ട് വിശുദ്ധ വചനം നമ്മോടാണ് സംസാരിക്കുന്നത് എന്ന് പ്രധാനമായി ബോധ്യപ്പെടുക. എവിടെയോ എന്നോ നടന്ന ആരോടോ സംസാരിച്ച ഒന്നിനെ നമ്മോട് ചുമ്മാതെ പറഞ്ഞു തരികയല്ല. ആ വ്യക്തിയോട് ചേർന്നുള്ള ജീവിതത്തെ നാം നയിക്കുമ്പോൾ ഈ വചനം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ പറഞ്ഞ പാതകൾക്ക് വെളിച്ചവും ഓടിവഴികൾക്ക് പ്രകാശവുമായി തീരുവാൻ വേണ്ടിയാ.
ആയതുകൊണ്ട് ഇരുട്ടിൽ തട്ടി വീഴാതിരിപ്പാൻ ദൈവമേ നിന്റെ വചനമാകുന്ന പ്രകാശത്തെ എൻ്റെ ആത്മാവിൽ തെളിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്തയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ലവനായ ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവൻ ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. അല്പം വലിയ ഒരു വേദഭാഗമാണ്. യേശു തമ്പുരാന്റെ അടുക്കൽ ഒരു യുവാവ് കടന്നു ചെന്നുകൊണ്ട്, ഒരു പ്രമാണി എന്ന് പറയുന്നുണ്ട്, ഒരു യുവാവ് എന്ന് പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിച്ച ധനികനായ ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഒരു യുവാവ് യേശു തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവനെ അവകാശമാക്കണമെന്നുള്ളതാണ്. നമുക്കും അത് തന്നെയാണ് വലിയ ആഗ്രഹം. എടുത്തു വന്നിട്ട്, നല്ലവനായ ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന സംശയം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു സംശയം നമ്മുടെ നല്ലവനായ അപ്പൻ നല്ലവനായ ഗുരുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറുപടി പറഞ്ഞു തരാൻ അപ്പനല്ലേ കഴിയുകയുള്ളൂ. അതിന് മറുപടി ഒന്നും ക്രിസ്തു പറഞ്ഞില്ല. തിരിച്ച് അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നല്ലവനെന്ന് നീ എന്നെ എന്തിനു വിളിക്കുന്നു? പിതാവല്ലാതെ നല്ലവനായി മറ്റാരും ഇല്ലല്ലോ. ശേഷം മറുപടി പൂർത്തീകരിക്കുന്നില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കൽപ്പനകളെ ഉദ്ധരിക്കുകയാണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക തുടങ്ങിയ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ. ഒട്ടനടി മറുപടി യുവാവ് പറയുകയാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, പ്രമാണിച്ചു വരികയാണ്. അപ്പൊ സത്യത്തിൽ ആർക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ, നിത്യജീവൻ എങ്ങനെ അവകാശമാക്കണമെന്ന് പെട്ടെന്ന് ഇങ്ങ് പറഞ്ഞു തന്നാൽ മതി, ബാക്കിയെല്ലാം എൻ്റെ സൈഡിൽ ക്ലീനാണ്. അപ്പൊ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു അവനെ നോക്കി സ്നേഹിച്ചു. ക്രിസ്തു അവനെ നോക്കി സ്നേഹിച്ചു. വീണ്ടും ക്രിസ്തു ഒരു മറുപടി പറയുകയാണ്, എന്ത്? നിനക്കൊരു കുറവുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പൊ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം പറയുന്നത് ഇതെങ്ങനെയാണ്, അവൻ ഒരുപാട് സമ്പത്തുള്ളവനാകൊണ്ട് വിഷാദിച്ച് തിരികെ പോയി. ഇതാണ് നമ്മുടെ ചിന്താഭാഗം എന്നുള്ളത്. വേദഭാഗമായി നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞതുമായിട്ട് തന്നെ ഇതിനെ ഒന്ന് ആ ഒരു കഥയെ വെറുതെ പറഞ്ഞിങ്ങനെ വിട്ടതല്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പിതാവിൻ്റെ അടുക്കിലേക്ക് മകൻ കടന്നു വരുന്നത് പോലെയാണ് യുവാവ് യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് വരുന്നത്. നീ അവിടെ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് അവന് വേണ്ടത് എന്താ? ക്ലിയറായിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടി മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നിലേക്ക് കടന്നു പോകാൻ ആര് തയ്യാറല്ല? യുവാവ് തയ്യാറല്ല. അവന് വേണ്ടത് നിത്യജീവൻ എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണം. സത്യത്തിൽ നമ്മളുടെ ചില അന്വേഷണങ്ങളിൽ നമുക്ക് വന്നു പോകുന്ന പിഴവുകൾ എന്ത് എന്നാണ് ഈ വേദഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലേ? പലപ്പോഴും നമ്മൾ വന്ന് ആവശ്യങ്ങളുമായി ദൈവമുമ്പാകെ മുട്ടുകുത്തി കണ്ണുനീരുകൾ ഒഴുക്കുമ്പോൾ ചിലതിനൊക്കെ മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ പറയും, എന്താ ഇങ്ങനെ അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും അധികമായി ലഭിക്കുവാൻ ഇടം എവിടെയുണ്ട് എന്നുള്ള അന്വേഷണങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ക്യാപ്ഷനുണ്ട്, പലപ്പോഴും എന്താ പറയുന്നേ, സ്വർണത്തിനെ തേടി ചില രത്നങ്ങളെ നമ്മൾ നഷ്ടമാക്കിയാണ്. ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് വി ലോസ് ഡയമണ്ട്. ഈ പറയുന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ആധുനിക തലത്തിലെ മനുഷ്യഹൃദയങ്ങളെ പിടിച്ചടക്കുന്ന ചില സമൂഹങ്ങൾ പലപ്പോഴും നാമാകുന്ന ക്രിസ്ത്യാനികളുടെ ഹൃദയത്തെ ഇങ്ങനെ വലിച്ചെടുക്കുവാനായിട്ടിടയാകും. ഇവിടെ പറഞ്ഞു മറുപടി,
ക്രിസ്തു അവിടെയും നിത്യജീവന്റെ അനുഭവത്തെക്കാൾ ഉപരിയായി നിന്നെ ദൈവവും ദൈവത്തിൻ്റെ ന്യായപ്രമാണവും പഠിപ്പിച്ചതിലേക്ക് അവൻ്റെ ശ്രദ്ധയെ എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവരിക. അവിടെയാണ് ഈ പ്രമാണങ്ങളെ പറ്റി പറയുന്നത്. കൊല ചെയ്യുന്നതിനെ പറ്റിയും വ്യഭിചാരം ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ നീ കേട്ടിട്ടുണ്ടല്ലോ. അവൻ ഒട്ടനടി മറുപടി ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പൂർത്തീകരിക്കുന്നുണ്ട്. അവിടെയാണ് ക്രിസ്തു വീണ്ടും എന്ത് ചെയ്തത്? അവനെ നോക്കി സ്നേഹിച്ചു, അവരെ നന്നായി ശ്രദ്ധിച്ചു കൊള്ളാം. എന്നിട്ട് വീണ്ടും അവനോട് പറയുകയാണ്, ഇതൊക്കെ ചെയ്തെങ്കിലും നിന്റെ എന്തുണ്ട്? ചില കുറവുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് അവൻ സമ്പത്ത്. എന്തിലാണ് അവൻ്റെ സമ്പത്തിനെ ദൈവം കണ്ടത് എന്ന് വരുമ്പോഴാണ് ഈ വേദഭാഗം എടുത്തതിൻ്റെ യഥാർത്ഥമായ തത്വം നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ആ വിൽക്കുവാൻ ദൈവം പറഞ്ഞത് എന്ത് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വേദഭാഗം യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാവുകയുള്ളൂ. ഒരു തരത്തിൽ ഈ യുവാവ് യേശുദമ്പരാന്റെ അടുക്കൽ സമർപ്പിച്ച ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ടിടയാകും. നമ്മളും ഒരു പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം ആമീൻ എന്ന് പറയുമ്പോൾ അതിന് മറുപടി ലഭിച്ചു എന്ന് നമ്മൾ കരുതരുത്. അതിലേക്ക് നാമും നിരന്തരമായി ഇങ്ങനെ ഒരു യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് യഥാർത്ഥമായി ഇതിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ഒരിടത്തേക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു. ആഗ്രഹം കൊണ്ട് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ അവിടെ എത്തുകയില്ല. ചില യാത്രകൾ, ചില ഒരുക്കങ്ങൾ നമ്മൾ അതിനോട് പൂർണ്ണമായി ബോധ്യപ്പെട്ട് പൂർത്തീകരിച്ചുവെങ്കിൽ മാത്രമേ ആ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥമായി ഓർക്കുക, ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒരുക്കമാകുന്നുവെങ്കിൽ അതിലൂടെ നമ്മൾ നിരന്തരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനയെ പറയുന്നത് അത് ഹൃദയംഗമമായതും സത്യസന്ധമായ ഒന്നാവണം. അല്ല എങ്കിൽ വെറുതെ അതെന്താണ്? റിസൈറ്റിംഗ് ഓഫ് വേർഡ്സ്, വിച്ച് മീൻസ് വാക്കുകൾ കൊണ്ടുള്ള ഒരു അഭ്യാസം മാത്രമായിട്ട് ഇങ്ങനെ പോയി തീരുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള ചില അഭ്യാസങ്ങളാണോ, അതോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന ഒന്നാണോ എന്ന് ഇന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് പരിശോധിക്കുവാനായിട്ട് ഇടയാകും. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹീതമായൊരു നിർവചനം നൽകുന്നുണ്ട്. എന്തുവാ പറയുന്നത്? ശൈശവത്തിലെ ഉത്സാഹം, യൗവനത്തിലെ ആശ്രയം, വാർദ്ധക്യത്തിലെ സമാധാനം. ഈ മൂന്നിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശൈശവം നമ്മൾ നന്നായി ഒന്ന് പരിശോധിച്ചാൽ എന്തിനുമുള്ള ഉത്സാഹത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ആ ശൈശവത്തിലെ നമ്മൾ പ്രാർത്ഥനയിലുള്ള ഉത്സാഹം കണ്ടെത്തിയാൽ യൗവനത്തിൽ എവിടെ ആശ്രയിക്കണമെന്ന് വല്ലാതെ തിരയുന്ന നിമിഷങ്ങൾ നമുക്ക് ബോധ്യമാകും. ഏത്? പ്രാർത്ഥനയിലൂടെ ദൈവം മുമ്പാകെ ആശ്രയിക്കുവാനായിട്ടിടയാകും. ആ യാത്ര ഇങ്ങനെ നടത്തി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നത് സമാധാനത്തിൻ്റെ തീരത്തേക്കുള്ള ഒന്നാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക. അതെവിടെ തുടങ്ങേണ്ടതാണ്? ശൈശവത്തിലെ തുടങ്ങേണ്ടതാണ് എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ബോധ്യപ്പെടുത്തുന്നത്. ഈ നാടിൻ്റെ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത മധ്യസ്ഥനാകുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോഴും അമ്മ ആരെ? ഗീവർഗീസ് സഹദായി ഒരു ക്രിസ്ത്യാനിയായി വളർത്തിയെന്നാണ് നമ്മൾ ചരിത്രങ്ങൾ കാണുന്നത്. ഗലാശ്ശേരി ബാബയൊക്കെ വിവർത്തനം ചെയ്തതിലൂടെ നമ്മൾ നോക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു വിശ്വസനീയമായ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ തന്നെയാണ്. അമ്മ ഒരു ക്രൈസ്തവനായി വളർത്തിയെന്നാണ്. അപ്പോൾ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഉത്സാഹമാണ് യൗവനത്തിൽ തനിക്ക് ലഭിച്ച ഏതൊരു അധികാരത്തെയും വിട്ട് ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട് ഇടയായി. അത് വാർദ്ധക്യം വരെ തന്നെ കൊണ്ടുപോയില്ലെങ്കിലും സമാധാനത്തോടുകൂടി ദൈവത്തിൻ്റെ തീരങ്ങളിലേക്ക്, സ്വർഗത്തിൻ്റെ തീരങ്ങളിലേക്ക് അനുഗ്രഹീത മധ്യസ്ഥനായി തീരുവാൻ സാധിച്ചതും ഈ യഥാർത്ഥമായ അമ്മ കൊടുത്ത അനുഭവത്തെ പൂർണ്ണമായി വളർത്തുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ആ തിരിച്ചറിവിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുവാനായിട്ടിടയാകാം. ഈ വേദഭാഗം നമ്മോട് പറയുന്ന ഒന്നാമത്തെ വസ്തുത, നമ്മുടെ പ്രാർത്ഥനകൾ തിരിച്ചറിവോടുകൂടി ഉള്ളത് ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ തിരിച്ചറിവോടുകൂടി ഉള്ളതായിരിക്കണം. അവിടെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്താണ് ഈ തിരിച്ചറിവ്? അറിവും തിരിച്ചറിവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് രണ്ട് വാക്കുകളാണ്. സത്യത്തിൽ അറിവ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതും മറ്റൊരാൾ പറഞ്ഞു തരുന്നതുമായതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്ന് മാത്രമാണ് എന്ത്? അറിവ് എന്ന് പറയും. പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഈ അറിവുകളുടെ ഒരു പ്രതിഫലനമാണ്. എന്തുവാ ഈ പ്രതിഫലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീയിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ളത് നമ്മുടെ അറിവാകുന്നുവെങ്കിൽ
തൊടാതിരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? തിരിച്ചറിവെന്ന് പറയാം. അറിഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യാതിരിക്കണം. അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ക്രമീകരിക്കുമ്പോഴാണ് അത് തിരിച്ചറിവായി തീരുന്നത്. അപ്പോൾ ഈ യുവാവിൻ്റെ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ഏറ്റവും അവസാനം അവൻ എന്തുകൊണ്ട് വിഷമിച്ച് തിരിച്ചു പോകുവാൻ കാരണമായി എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ദൈവാന്വേഷണം എന്ന് പറയുന്നത് തിരിച്ചറിവോടുകൂടി ഉള്ളതായിരുന്നില്ല. അത് വെറും അറിവിൻ്റെ തലത്തിൽ മാത്രം നിന്നുള്ളതായിരുന്നു. ക്രിസ്തു എന്ന അറിവിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവൻ ആരിലേക്ക് കടന്നു വന്നത്? ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നത്. അവൻ വന്ന് ചെയ്തതിനെ ഒന്നിനെ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും ഈ ഭാഗത്തെ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഈ രണ്ട് വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ കാണുന്നത്, അവൻ ഓടി വന്നു യേശു തമ്പുരാന്റെ മുമ്പാകെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു എന്നവനെ വിളിച്ചു. ഓടി വന്നതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തിയതിനെ ഓർത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുകയില്ല. നല്ലവനായ ഗുരു എന്ന് ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തതിനെ നമുക്ക് തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവിടെ അറിവ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തു എന്ന അറിവിൽ നിന്നുകൊണ്ടാണ് അവൻ അത്രയും പ്രവൃത്തി ചെയ്തത്. പക്ഷേ ആ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് തിരിച്ചറിവ് അവന് നേടുവാൻ കഴിയാത്തത് കൊണ്ട് വേദഭാഗം ആ പറഞ്ഞ ഗുണങ്ങളിൽ നിന്ന് അവസാനം അവൻ എന്ത് ചെയ്തു? വിഷാദത്തോടുകൂടെ തിരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന അറിവ് എന്താണ്? അവൻ അറിഞ്ഞ ക്രിസ്തു ആരായിരുന്നു? സത്യത്തിൽ അവൻ അറിഞ്ഞ ക്രിസ്തു എന്താണ്? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുവനാണ്. ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലെ ഏവൻഗേലിയോനിലൊക്കെ വായിക്കുന്നത് എന്താ? യേശു തമ്പുരാൻ ചെയ്ത അത്ഭുതങ്ങളാണ്. ഓരോ അത്ഭുതങ്ങളാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, തളർവാദ രോഗിയെ ഉയർത്തുന്നു, പുറജാതി സ്ത്രീയുടെ മകളെ, കൂനിയായവളെ, കുരുടൻ തുടങ്ങിയവരെയൊക്കെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സൗഖ്യം നൽകുന്ന ഒരുത്തൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരുവൻ, ഇനി വിശന്നവർക്ക് അപ്പം കൊടുത്ത ഒരുവൻ, ഇങ്ങനെയുള്ള പിശാചുകളെ പുറത്താക്കുന്ന ഒരുവൻ, ഇതാണ് വെറും ഒരു അറിവിൻ്റെ തലമെന്ന് പറയാം. അപ്പം ആ അറിവിൽ നിന്ന് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവസാന്നിധ്യം മാത്രമായിട്ട് ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നുവെങ്കിൽ ഓർക്കുക, ഈ യുവാവിനെ പോലെ നമ്മൾ എങ്ങനെ അവസാനത്തോളം ഇങ്ങനെ വിഷാദത്തോടുകൂടെ മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് തിരികെ പോവുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതൊരു തിരിച്ചറിവിൻ്റെ തലമാകുന്നത്? ക്രിസ്തു എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരുവൻ എന്നുള്ള ഒരറിവിൽ മാത്രം ചെയ്താൽ നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിക്കുവാനിടയാം, അല്ലേ? അപ്പം നൽകിയവനെങ്കിൽ, വിശപ്പടക്കിയവനെങ്കിൽ വിശപ്പിൻ്റെ അനുഭവത്തിൽ മാത്രം അന്വേഷിക്കുന്ന ഒരിടം മാത്രമായി പോകും ക്രിസ്തു എന്ന് പറയുന്നത്. തിരിച്ചറിവെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ചവനാണ് ക്രിസ്തു. നമുക്ക് വേണ്ടി തുപ്പലേറ്റവനാണ് ക്രിസ്തു. നമുക്ക് വേണ്ടി ക്രൂശ് മരണം സ്വീകരിച്ചവനാണ് ക്രിസ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ഈ കഷ്ടതകൾക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച ഒരു രക്ഷകനായ ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടതകളെക്കാൾ ഉപരിയായി അതിനെ വഹിക്കുവാൻ തയ്യാറായ ഒരു ഹൃദയം നമ്മുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ അടുക്കലുണ്ട് എന്ന് ബോധ്യപ്പെടും. യഥാർത്ഥമായി വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ദൈവാന്വേഷണങ്ങളിൽ കടന്നു വരുമ്പോൾ, ഈ വിശപ്പിനെ അടക്കുവാനുള്ള അനുഗ്രഹീത അനുഭവങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള, ബലമുള്ള കരങ്ങളുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആ ദൈവാന്വേഷണം യഥാർത്ഥമായി പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാവുന്നത്. കാരണം ഈ അത്ഭുതങ്ങളിലേക്ക് പോയ ഓരോ വ്യക്തികളും ഓരോ യാത്രകൾ നിർവഹിക്കുന്നുണ്ട്. 3 രാവും 3 പകലും ക്രിസ്തുവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് വീണ ഉപദേശങ്ങളെ കേട്ടതിന് ശേഷമായിരുന്നു ആർക്ക് അപ്പം വർദ്ധിപ്പിച്ച് കിട്ടിയത്? ആ പുരുഷാരത്തിന് മുഴുവൻ അപ്പം വർദ്ധിച്ചു കിട്ടിയത്. കൂനിയായവൾ 18 സംവത്സരങ്ങൾ കൂനോടുകൂടി ദൈവാന്വേഷണത്തെ പൂർത്തീകരിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് അന്ന് സംഘാലയത്തിൽ വെച്ച്, അല്ലെങ്കിൽ ആരാധനാലയത്തിൽ വെച്ച് അവൾക്ക് സൗഖ്യമുണ്ടായത്. അപ്പോൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു 3 രാവിൻ്റെയും 3 പകലിൻ്റെയും യാത്ര നമ്മൾ നിർവഹിച്ചേ മതിയാവുകയുള്ളൂ, അല്ലേ? ഒരു 18 സംവത്സരത്തിൻ്റെ യാത്ര നമ്മൾ പൂർത്തീകരിച്ചേ മതിയാവുകയുള്ളൂ. അവിടെയാണ് ഈ തിരിച്ചറിവിൻ്റെ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് എന്ന് യഥാർത്ഥമായി പറയുന്നത്. ചെന്നെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വസ്തുതയായി, ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് ദൈവാന്വേഷണത്തെ കാണുവാൻ ഇടയാകരുത്.
എപ്പോഴാണ് ആ ചിന്ത നമ്മളെ ഭരിക്കുവാനിടയാകുന്നത്? അവിടെയാണ് ദൈവാന്വേഷണം ഒരിക്കലും നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരാതെ പോകുവാനായിട്ട് ഇടയാകുന്നത്. ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുമ്പോൾ അവിടെ പൂർത്തീകരിക്കപ്പെടുവാൻ നമ്മൾ അനേകം അധ്വാനങ്ങളിലൂടെ ദൈവത്തെ അന്വേഷിച്ച് തീഷ്ണമായിട്ട് കടന്നുപോയെങ്കിൽ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അതിന് നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ദൈവത്തോടുള്ള ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തെ നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് യഥാർത്ഥമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ഈ വേദഭാഗം ഒന്നാമതായി നമ്മളെ ബോധിപ്പിച്ചു, എന്താ? തിരിച്ചറിവോടുകൂടെ ദൈവം മുമ്പാകെ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം. അത്ഭുതങ്ങൾ ലഭിക്കുന്ന ഒരിടം മാത്രമല്ല, ആ അത്ഭുതങ്ങളിലേക്ക് നമ്മളെ വിളിച്ചടിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാനിടയാകണം. ചെന്നെത്തുമ്പോൾ രോഗദുരിതങ്ങൾ മാറ്റുന്ന ഒന്നല്ല, ദുരിതങ്ങളിലും കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് ഈ ഉയർപ്പും നേടിയെടുപ്പും ഇതിലൂടെയുള്ള ഒരു കരകയറ്റത്തിൻ്റെ അനുഭവത്തെ നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥമായി നമ്മൾ ബോധ്യപ്പെടുക, ദൈവത്തെ അന്വേഷിക്കേണ്ടത് തിരിച്ചറിവോടുകൂടെ മാത്രമാണ്. അതിലൂടെ മാത്രമേ ദൈവത്തെ യഥാർത്ഥമായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവാന്വേഷണത്തിൽ നമുക്ക് ഉറ്റിരിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ മാത്രമാണ് നമുക്ക് ക്രമീകരിക്കുന്ന ഈ പ്രാർത്ഥനകൾ, നമുക്ക് ക്രമീകരിക്കപ്പെടുന്ന ധ്യാനയോഗങ്ങൾ, നമുക്ക് സഭ ക്രമീകരിച്ചു തന്നിട്ടുള്ള നോമ്പ് കാലങ്ങൾ യഥാർത്ഥമായിട്ട് നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ഒരുപടി മുകളിലേക്ക് കയറ്റാം. എങ്ങനെ? തിരിച്ചറിവോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാകണമെന്നുള്ള ബോധ്യത്തിലേക്ക്. 2, സ്വയം സമർപ്പണത്തോടുകൂടെ ദൈവം മുമ്പാകെ പ്രാർത്ഥനകളെ നിർവഹിപ്പാനായിട്ട് ഇടയാകണം. ഒന്ന് പറഞ്ഞു, തിരിച്ചറിവ് എന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. 2, സ്വയം സമർപ്പണത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു സംശയമുണ്ട്, എന്താണ് ഈ സ്വയം സമർപ്പിക്കുക എന്ന് പറയുന്നത്? ഒന്ന് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് പറ്റിച്ചേരുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്വയം നാം തന്നെ ആരുടെയും പ്രേരണ കൂടാതെ ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിച്ചേരുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒന്നിനും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ കഴിയുകയില്ല എന്ന തലത്തിലേക്ക് നമ്മൾ വളരുവാനിടയാകും. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കഷ്ടതയ്ക്കോ പീഡകൾക്കോ മരണത്തിനോ ദാരിദ്ര്യത്തിനോ വിശപ്പിനോ ഒന്നിനും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴാണ് ഈ സ്വയം സമർപ്പണം പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മളെന്നോ എപ്പോഴോ എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്തുവെന്നോ ദേവാലയത്തിൽ ആയിരുന്നുവെന്ന് പറയുന്നത് കൊണ്ടോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലോ അല്ല, മറിച്ച് ലോകത്തിലെ ഒരു അനുഭവങ്ങൾക്കും ദൈവത്തിൽ നിന്ന് എന്നെ പിന്മാറ്റുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു പറ്റിച്ചേരലിൻ്റെ ഒരു ജീവിതത്തെ നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് സ്വയം സമർപ്പണം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. ഈ യുവാവിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ സ്വയം സമർപ്പണം അവന് ഇല്ലാതെ പോയത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു അന്വേഷണം അവൻ അറിവിൻ്റെ തലത്തിൽ നിന്ന് മാത്രം നിർവഹിച്ചതാണ്. 2, സ്വയം സമർപ്പണം എന്തുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനയിൽ ഇല്ലാതെ പോയി എന്ന് പറയുവാനിടയായത്, അവൻ ദൈവം മുമ്പാകെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നല്ലവനായ ഗുരുവെന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ ഒരു അന്വേഷണത്തെ അവൻ അവിടെ നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു തിരികെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരുവെന്ന് നീ എന്തിനെന്നെ വിളിക്കുന്നു? സ്വർഗസ്ഥനായ പിതാവല്ലാതെ നല്ലവൻ മറ്റാരുമില്ലല്ലോ. സത്യത്തിൽ ഇതൊരു പരിശോധനയായിരുന്നു. പുറജാതി സ്ത്രീ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അന്വേഷണവുമായി കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവെ, ഈ ഒരുവൾ പുറകിൽ കിടന്ന് ഭയങ്കര ശല്യമാണ്, ഒന്ന് പറഞ്ഞു വിടണം. ക്രിസ്തു അനങ്ങിയില്ല. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് പുറജാതി സ്ത്രീ വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ കാണാതെ പോയ ആടുകളെ തിരഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം? നിന്നെ അല്ല എന്നുള്ള ഒരു അർത്ഥം അതിൻ്റെ തുലത്തിലുണ്ട്. എന്നിട്ട് പറയുന്നൊരു മറുപടി ഉണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമോ? നമ്മളായിരുന്നു ഈ മറുപടി കേട്ടതെങ്കിൽ ഞൊടിയടിയിൽ നമ്മൾ എന്ത് ചെയ്യും? പോയി പണി നോക്കാൻ പറയും. സ്വയം സമർപ്പണത്തിൻ്റെ ഒരർത്ഥമായി പറഞ്ഞിരുന്നത്. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് എന്താ?
യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ ഭക്ഷിച്ചും നായ്ക്കുട്ടികൾ അതിൻ്റെ വിശപ്പ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തെ പ്രധാന പോഷനൊന്നും എനിക്ക് വേണ്ട. ആ കൈ തട്ടി വല്ലതും താഴെ വീഴുന്നത് എനിക്ക് തന്നാലും മതി. അതിലൂടെ തൃപ്തിപ്പെടാനുള്ളതേ ഉള്ളൂ ഞാൻ. എന്തൊരു വിശ്വാസമാണ്! അവിടെയാണ് പറയുന്നത് ഇതുപോലൊരു വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, സൗഖ്യം പ്രാപിക്കുകയാണ്. എങ്ങനെയാ അതിന് സാധിച്ചേ? ആ ഒരു സമർപ്പണം പൂർത്തീകരിച്ചത് എന്താ? അവൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് നിർവഹിച്ചത്. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറ്റിച്ചേരുകയാണ്. കാരണം കേൾക്കുന്നതോ നടക്കുന്നതോ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അവളെ തടയുവാൻ ശ്രമിച്ചതോ ഒന്നും തന്നെ അവളെ എന്തിൽ നിന്നും പിൻവലിച്ചില്ല. ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് പിൻവലിക്കുവാനുള്ള ഒന്നായിരുന്നില്ല. അതുകൊണ്ട് ഈ ലോകം നമ്മുടെ മുമ്പിൽ നമുക്ക് തരുന്ന ഒരു അനുഭവങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യരുത്? പിരിച്ചു മാറ്റുവാനായിട്ട് ഇടയാകരുത്. നമുക്ക് പറയുന്ന അധ്വാനത്തിൻ്റെ അനുഭവങ്ങളാകാം, സമയമില്ലായ്മയാകാം, കാലാവസ്ഥകളുടെ പ്രശ്നങ്ങളാകാം. ഇങ്ങനെ ഒന്നും തന്നെയും നമ്മളെ ഈ ദൈവാന്വേഷണത്തിൽ നിന്ന് പിരിച്ചു മാറ്റുവാനായിട്ട് ഇടയാവരുത് എന്ന ബോധ്യം അവിടെ നൽകിയ. അങ്ങനെ സ്വയം സമർപ്പണം പൂർത്തീകരിച്ച് ദൈവത്തിൽ നിന്ന് അല്പം പോലും, ക്രിസ്തുവിൽ നിന്ന് അല്പം പോലും പിരിഞ്ഞു പോകുവാൻ തയ്യാറാവാതെ പുറജാതി സ്ത്രീ നിന്നതുകൊണ്ട് അവളുടെ മകളിൽ നിന്ന് പിശാചുബാധ മാറുകയാണ്. എന്നാൽ ദൈവത്തെ അന്വേഷിച്ചു. അവിടെ ഒരു തിരിച്ചറിവിൻ്റെ തലവുമില്ല. ദൈവത്തിൽ നിന്ന് ദൈവം പറഞ്ഞ മറുപടികളിൽ തൃപ്തനാകുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ യുവാവ് എവിടെ പോവുകയാണ്? തിരികെ ഏറ്റവും അവസാനം നമ്മൾ വായിച്ചു, വിഷാദിച്ച് തിരികെ പോവുകയാണ്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം മുമ്പാകെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഒരനുഭവങ്ങളും നമ്മെ എന്തിൽ നിന്ന് പിൻവലിക്കരുത്? ക്രിസ്തുവിൽ നിന്ന് പിൻവലിക്കരുത്. അത് തന്നെയാണ് അവനോട് പറഞ്ഞത്. അപ്പോൾ ഒരു മറുപടിയെങ്കിലും ആ യുവാവിനെ പറയാമായിരുന്നു. ആ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്തേനെ? തിരിച്ചറിവിൻ്റെയും സമർപ്പണത്തിൻ്റെ അനുഭവത്തെയൊക്കെ നമുക്കൊന്ന് പൂർത്തീകരിച്ചു. നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ നല്ലവനായ ഗുരുവിൻ്റെ അടുക്കൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം നൽകുവാൻ ദൈവമേ, നീ അല്ലാതെ ഒരുത്തരെയും ഞാൻ കാണുന്നില്ല. നിന്റെ സന്നിധി അല്ലാതെ ഒരിടവും ഞാൻ കാണുന്നില്ല. എന്താ നമുക്ക് പലപ്പോഴും ഇത് പറയുവാൻ കഴിയാതെ പോകുന്നത്? ഇവിടെ കിട്ടിയില്ലേ, നമ്മൾ അടുത്ത ഇടം തേടി പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ സമർപ്പണം പലപ്പോഴും നമ്മളിൽ നിന്ന് പൂർത്തീകരിച്ചു പോകുന്നതുകൊണ്ട്. ഈ മധ്യസ്ഥത പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെ. നമ്മൾ പറയാറുണ്ട്, ഗീവറി സഹോദരക്ക് മധ്യസ്ഥത നേർന്നിട്ടുണ്ട്, അല്ല ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി പണി ആരുടെയാ? അപ്പൊ എൻ്റെ പണി ഇല്ല, അവിടെ തുടരുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞായി തീർന്നത് എങ്ങനെയാ? മാതാവ് പറഞ്ഞത്, അവൻ പറയുന്നതെന്തോ അത് നിങ്ങൾ അപ്പോഴാ ആ വെള്ളം വീഞ്ഞായിട്ട്. അത് കേട്ടില്ലായിരുന്നെങ്കിലും ഇവിടെ വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞപ്പോഴേ വെള്ളം കോരി ഒഴിക്കാൻ പറയുന്നത്. ഒറ്റ മറുപടിയിൽ തീർന്നേനെയല്ല. അപ്പം പറഞ്ഞത് അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞത് അനുസരിക്കുവാനുള്ള അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുകയുള്ളൂ? അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. ആയതുകൊണ്ട് ആ സമർപ്പണത്തെ നമ്മൾ എന്നും ഇങ്ങനെ പറ്റിച്ചേർത്തിരുത്തുവാനായിട്ട് ഇടയാകും. ആ ഒരു മറുപടിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഇനി അവിടെ കുറച്ച് കൽപ്പനകളെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് മറുപടി പറയുന്നത് ഇങ്ങനെ. അവിടെ നല്ലവനായ ഗുരു എന്ന് വിളിക്കുന്നത് എന്തിന്? പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, അമ്മയും അപ്പനെയും ബഹുമാനിക്കുക തുടങ്ങിയ കൽപ്പനകൾ നീ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നിനക്ക് അറിയുന്നുവല്ലോ. മറുപടി എന്താ പറഞ്ഞേ? എൻ്റെ ചെറുപ്പം മുതൽ ഞാനിത് അനുസരിച്ച് വരുന്നു, പ്രമാണിച്ചു വരുന്നു. നമ്മളോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, അമ്മയപ്പനെയും ബഹുമാനിക്കുക. ഈ കൽപ്പനകൾ നിങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നമ്മളും പറയും ചെറുപ്പം മുതൽ. ഞാൻ സത്യത്തിൽ ഈ ഒരു പ്രസംഗം ഇങ്ങനെ ഒരുക്കുന്നതിന് മുമ്പ് വരെ ഞാനും പറഞ്ഞത് എങ്ങനെയാണ്? ചെറുപ്പം മുതലേ ഞാനിതൊക്കെ. പക്ഷേ ഇത് ഒരു വായനാ സമയത്ത്, ഒരു എവൻഗലിയോൻ വായനയ്ക്ക് വേണ്ടി ഒരുങ്ങിയ സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു 2-3 ചിന്തകൾ തന്നതാണ് ഇതിലേക്ക് വഴി തെളിയിക്കുവാനിടയായി.
അന്ന് മനസ്സിലാക്കി ഈ പണിയെല്ലാം ആര് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തിരികെ ഒരു യാത്ര വേണമെന്നാണ് ഈ വേദഭാഗം നമ്മളോട് പറഞ്ഞു തരാം. കുല ചെയ്യരുത് എന്ന ഒരു പ്രമാണം പറയുകയാണ്. എന്തുവാ കുല ചെയ്യരുത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുന്നിൻ്റെ ജീവൻ എടുക്കരുത്. നമ്മുടെ വിചാരം എന്താ? ഒരുവനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ പെടലിക്ക് ഞെക്കി അവനെ ജീവൻ അപഹരിക്കുന്നത് നമ്മുടെ മരണ അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് കൊലയെന്നാണ്. അല്ലേ അല്ലേ അല്ലേ? എന്നാ അത് മാത്രമല്ല, കൊല്ലാതെ കൊല്ലുക അങ്ങനൊന്നില്ലേ? ഉണ്ട്. കൊല്ലാതെ കൊല്ലുക എന്നൊരു അനുഭവമുണ്ട്. എങ്ങനെയാ? അത് ബന്ധങ്ങളിലുണ്ട്, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലുണ്ട്. കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ. ഒരു അപ്പനും അമ്മയും തൻ്റെ തലമുറകളെ ഇങ്ങനെ വളർത്തുകയാണ്. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കാലത്ത്, എൻ്റെ അപ്പനാണ് ഉൾപ്പെടെ, അപ്പനൊക്കെ കൃഷി ചെയ്ത് വളർത്തിയ ഒരു വ്യക്തിയാണ്. അപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈവറും അതോടൊപ്പം പശുവിനെയൊക്കെ വളർത്തുന്ന അനുഭവങ്ങളായിരുന്നു. നാട്ടിൻപുറങ്ങളിലെല്ലാം അങ്ങനെയാണ്. അപ്പം അങ്ങനെ വളർത്തിയ ഒരപ്പനെയും അമ്മയും, മകൻ വളർന്നു അല്ലെങ്കിൽ മകൾ വളർന്നു, നല്ല നിലയിലേക്കായി. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്ന ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലുമൊക്കെ പോകുമ്പോൾ ഈ അപ്പനെ പലപ്പോഴും പലരുടെയും മുമ്പിലോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി മടിയ. കാരണം എന്നാ? തൊടിയിലും പറമ്പിലും ജോലി ചെയ്ത് കാലും കൈയും വിണ്ടുകീറി വിരളിയ ഒരപ്പനും അമ്മയുമാണ്. പലരുടെയും മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഇതുണ്ട്, സഹോദരങ്ങളുടെ ഇടയിൽ ഇതുണ്ട്. അത് ബന്ധങ്ങളുടെ ഒരു അനുഭവം. 2, ഉത്തരവാദിത്തങ്ങൾ. മക്കളെ വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ള ഒന്ന്, പൂർവ്വകാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ലല്ലോ, നിങ്ങൾ എത്രയോ സുഗമമായി ജീവിക്കുന്നു. പക്ഷേ പൂർവ്വകാലത്ത് നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് തന്ന ചിലത് ഇന്ന് മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. സ്കൂളിൽ പോകുവാൻ നമ്മൾ കാറേൽ വിടുന്നു എങ്കിൽ, പണ്ട് നടന്നുപോയ കാലഘട്ടത്തിൽ അവർ പ്രകൃതി അറിഞ്ഞിരുന്നു. പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ 2 മാവേലേറും എല്ലാം ഉണ്ടായിരുന്നു. തൊട്ടുപുറകെ ഇങ്ങനെ യാത്ര ചെയ്ത് അടുത്തുള്ള വീട്ടുകാരെ കണ്ട് സംസാരിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണ് ഇന്നയാൾ എന്നുള്ള ബോധ്യവുമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽ അതില്ല. നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ചിലതവർക്ക് കൊടുക്കാതെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറിയ കൊലയൊക്കെ നമ്മളും ചെയ്തിട്ടില്ലേ? അപ്പനമ്മയോട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ജീവിത പങ്കാളിയോട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. മക്കളോട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ 11:30 വരെ നമ്മൾ പറഞ്ഞു, നമ്മളാരും കൊല, ഇപ്പം മനസ്സിലായോ? കൊല ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? കൊല ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബോധ്യപ്പെട്ടുകൊണ്ടൊരു തിരികെ യാത്ര നമ്മൾ നടത്തുവാനിടയാണ്. ഈ അപ്പനെയും അമ്മയും നമുക്ക് നൽകിയതാരാ? ദൈവമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മകനായി എന്നെ സൃഷ്ടിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടല്ല. ദൈവം ആഗ്രഹിച്ചു ഞാൻ ആരുടെ മകനായി ജനിക്കണം എന്ന്, ആരുടെ സഹോദരനായി ജനിക്കണമെന്ന്, ആരുടെ ഭർത്താവായി തീരണമെന്ന്, ഏത് തലമുറയുടെ അപ്പനായി തീരണമെന്ന് തീരുമാനമെടുത്തതാരാ? ദൈവമാണ്. നമ്മൾ എങ്ങനെ, എവിടെയായിരിക്കണം, ഏത് ഉദ്യോഗത്തിലായിരിക്കണം, ഏത് ഉത്തരവാദിത്തത്തിലായിരിക്കണമെന്ന് തീരുമാനമെടുത്തതാരാ? ദൈവമാണ്. അങ്ങനെയെങ്കിൽ അതിലേക്ക് യാത്ര ചെയ്യിപ്പിച്ച ദൈവം നൽകിയ ഈ നിയോഗങ്ങളെ നമ്മൾ മറക്കുക, അതിനെ കെടുത്തുക എന്ന് പറയുന്നത് കൊലയുടെ ഒരു അനുഭവം തന്നെയാണ്. അപ്പനെ അറിയാതെ നമ്മൾ കൊല്ലുകയാണിത്. അപ്പനോട് നമ്മൾ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകൾ, തലമുറയോട് നമ്മൾ പറയുന്ന വാക്കുകൾ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞതല്ല, ദൈവമേ, ഞാനും എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും കരകയറുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ സ്വയം സമർപ്പണം, ദൈവത്തോട് ചേർന്നിരുന്ന്, ഞാൻ എൻ്റെ അധ്വാനത്തിലല്ല ദൈവമേ, നിന്റെ കരുണയിൽ നിന്ന് ഇത് നേടി എന്ന ബോധ്യം വരുമ്പോൾ മാത്രമാണ് ഇത് ദൈവത്തോടുള്ള നിന്ദയായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. 2, വ്യഭിചാരം ചെയ്യരുത്.
വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താ? അന്യ സ്ത്രീയോട് അല്ലെ അന്യ പുരുഷനോടുള്ള അനീതിയോടുകൂടിയുള്ള പ്രവർത്തികൾ, അത് മാത്രമാണ്. അല്ല, തൻ്റേതല്ലാത്ത ഏതൊന്നിനെ ആഗ്രഹിക്കുന്നതും എന്താ? കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും തെറ്റാണ് എന്ന് വേദഭാഗം പറയുന്നെങ്കിൽ, നമ്മളുടേതല്ലാത്ത ഒന്നിനെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും എന്താണ്? വ്യഭിചാരത്തിൻ്റെ ഒരു തലം തന്നെയാണ്. നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിതേ ഉള്ളൂ, അവന് താണ്ട്. ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ പോയിട്ടില്ലേ? ഉണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ എന്തും ചെയ്തു കഴിഞ്ഞു, വ്യഭിചാരവും ചെയ്ത് കഴിഞ്ഞു. 12 മണിക്ക് എന്നോട് പറയണം, വ്യഭിചാരവും ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഓർക്കുക, നമുക്ക് വേണ്ടുന്നതിനെ ആര് നമുക്ക് തന്നിട്ടുണ്ട്? ദൈവം നമുക്ക് തന്നിട്ടുണ്ടില്ലേ? നമ്മൾക്ക് വേണ്ടുന്ന വിശപ്പിന് ആഹാരം ദൈവം തന്നിട്ടില്ലേ? നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ അടുപ്പിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നോട്ടുള്ള പിന്നോട്ടൊന്ന് ചിന്തിച്ചാൽ, പലപ്പോഴും ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ കരകയറുമെന്ന് ചിന്തിച്ചെടുത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത ഇടങ്ങളിൽ ദൈവം വന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ട്. പിന്നൊരിക്കൽ പ്രവർത്തിച്ചിട്ടില്ലെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ഓർത്താൽ മതി, ഒരിക്കൽ പ്രവർത്തിച്ചതിൻ്റെ യഥാർത്ഥമായ ന്യായബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തിരികെ ഒരു യാത്ര നിർവഹിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഈ ഇടപെടലിനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയാവുകയുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് മൂന്നാമത്തേത്, മോഷ്ടിക്കരുത്. എന്ത് ഈ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുവന്റെ അനുവാദം കൂടാതെ എന്തെടുത്താലും അതെന്താ? മോഷണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന്റെ ബലഹീനതയെ ചോദ്യം ചെയ്യൽ, ഒരുവന്റെ അധികാരത്തിന്മേലുള്ള ചില ഇടപെടൽ, ഇതെല്ലാം എന്താ? മോഷണമാണ്. ഒരുവന്റെ ബലഹീനതയെ നമ്മൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമായി നമ്മോടൊപ്പമുള്ളവന്റെ കഴിവും തലവും നമുക്ക് അറിയാം. അപ്പം നിരന്തരമായി അവനെ നിന്ദിക്കുന്ന ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ കൊലയോട് ചേരും. അവൻ അറിയാത്തതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചെടുക്കുവാനായിട്ട് ഇടയാകുമ്പോൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ അവനെ പിടിച്ചിടുമ്പോൾ, അല്ലെങ്കിൽ ഒരുവന്റെ അധികാര തലത്തിൽ നിന്നുകൊണ്ട് അവൻ ചെയ്തു തീർക്കേണ്ടതിൻ്റെ മുകളിൽ നമ്മൾ ചില ഇടപെടലുകൾ നടത്തുമ്പോൾ, ഇതൊക്കെയും എന്താ? മോഷണഫലം തന്നെയാണ്. നമ്മൾ ദേവാലയത്തിൽ ഏറ്റവും ശോചനീയമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷത്തിൽ 2 തവണ നടക്കുന്ന ഒരു വസ്തുതയാണ്. 3 തവണ. ധ്യാനത്തിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും ഓർത്താൽ മതി. ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും തിരഞ്ഞെടുപ്പ് പൊതുയോഗം എന്നൊക്കെ പറയുന്ന ഭയങ്കര സംഭവം. അത് കഴിഞ്ഞിട്ട് ആ ഒരു വർഷം ആ സ്ഥാനത്തിരിക്കുന്നവർ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. പക്ഷേ അവരവരുടെ ജീവിതത്തിൽ നിന്ന് മാറി ദേവാലയത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയെ ഒരിക്കലെങ്കിലും നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആ ചെയ്യുന്നത് എന്താ? തെറ്റ് തന്നെയാണ്. പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ല ഒരുവനെ ഹനിക്കുക എന്ന് പറയും. അപ്പൊ ഈ അധികാരത്തിന്മേലുള്ള ചോദ്യം ചെയ്യലും അവന്റെ ബലഹീനതകൾ മേലുള്ള ചോദ്യം ചെയ്യലും എന്താ? മോഷണമാണ്. യാതൊരു സംശയവും വേണ്ട, മോഷണം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? മോഷണവും ചെയ്തു. ഇനി വരുന്നത് കള്ളസാക്ഷ്യമാണ്. കള്ളസാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടതിനെ കണ്ടില്ലെന്നും കാണാത്തതിനെ കണ്ടെന്നും പറയുന്ന ഒരു വസ്തുതയ്ക്ക് നമ്മൾ കള്ളസാക്ഷ്യം എന്ന് പറയും. നമ്മൾ പറയുന്നത് കോടതി വിചാരണ സമയത്ത് ചെന്ന് പറയുന്നതിനെ മാത്രമാണ് കള്ളസാക്ഷ്യം എന്നാണോ? അല്ല. നമ്മൾ കണ്ടതിനെ കണ്ടില്ല എന്നും കാണാത്തതിനെ കണ്ടു എന്നും എവിടെ പറഞ്ഞാലും അതെന്താ? ഇപ്പം നമ്മൾ കള്ളസാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ സന്ദർഭങ്ങളൊന്നും പറയുന്നില്ല. കള്ളസാക്ഷ്യവും കഴിഞ്ഞല്ലോ. ചതിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹത്തെയും അധ്വാനത്തെയും ചേർത്ത് നിൽപ്പിനെയും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മെ അതിയായി സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ, ആദ്യം പറഞ്ഞ അനുഭവങ്ങളൊക്കെ, മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സ്നേഹത്തെ തിരിച്ചറിയാതെയുള്ള പ്രവർത്തികൾ. 2, അവരുടെ അധ്വാനത്തെ തിരിച്ചറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഒത്തിരി സുലഭമായിട്ട് ആഹാരമൊക്കെ പുറത്ത് ലഭിക്കുന്നത് കൊണ്ട് ഒരുപാട് ടേസ്റ്റിനുള്ള വഴികളും
പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ അമ്മ ഉണ്ടാക്കിയ ആഹാരത്തിന് ഭയങ്കര രുചിയായിരുന്നു. പക്ഷെ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മയുണ്ടാക്കിയ ആഹാരത്തിൻ്റെ രുചിമേലുള്ള ഒരു കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കൊടുത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു അപ്പനുണ്ട്, ഇല്ലേ? ഒരു കാലം കഴിയുമ്പോൾ ഈ മക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പനമ്മമാർക്ക് വേണ്ടി അവരെ നോക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ അധ്വാനത്തെ ചോദ്യം ചെയ്യുന്നതും അതിനെ തിരിച്ചറിയാതിരിക്കുന്നതും ഒരു ചലനത്തിൻ്റെ അനുഭവം തന്നെയാണ്. വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ കൈകൾ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പറയും, ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്, നീ നിൽക്കുന്നത് എവിടെയാണ്? വിശുദ്ധ മദ്ബഹായുടെയും വിശുദ്ധ ബലിപീഠത്തിൻ്റെയും വിശുദ്ധ ഏവങ്കേലിയോൻ്റെയും എൻ്റെ ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ അല്ല അറിയുന്നവൻ്റെ മുമ്പാകെയാകുന്നു ഞാൻ നിൽക്കുന്നത്. ആ കൈ പിടിച്ച പിടി പിന്നൊരു പിടിയുണ്ടോ? പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി ചിരിച്ച ആൽബത്തിൽ അതിൻ്റെ ഫ്രെയിം വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഫ്രെയിമേ ഇല്ല. ഇതൊക്കെ ഒരു ചതിവിൻ്റെ തലമായി നമ്മൾ കാണണം. അങ്ങനെയെങ്കിൽ നമ്മൾ ചതിച്ചിട്ടില്ലേ? ഉണ്ട്. പിന്നെ അമ്മയെ അപ്പനെ ബഹുമാനിക്കുക, അത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ യുവാവിനോട് പറഞ്ഞപ്പോൾ യുവാവ് ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, ഞാനൊരു ചെറുപ്പം മുതൽ. നമ്മളോട് ചോദിച്ചപ്പോഴും നമ്മളെന്ത് പറഞ്ഞു? 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറയും? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവസന്നിധിയിലുള്ള അന്വേഷണങ്ങൾ എങ്ങുമെത്താതെ നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്നു പോകുവാനായിട്ട് ഇടയാകുന്നു. അപ്പം ദൈവാന്വേഷണം ഞാൻ പൂർത്തീകരിച്ചു, ഞാൻ എല്ലാം ചെയ്തു എന്ന് ഇന്നലെ വരെ പറഞ്ഞതിൻ്റെ മറുപടി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നും ആ അന്വേഷണമോ ദൈവസന്നിധിയിലേക്കൊക്കെയുള്ള യാത്രയോ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുക. ആയതുകൊണ്ട് ഇന്നും അനുഗ്രഹം നമ്മളിൽ നിന്ന് അല്പം അകലെയായി നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിന് അനുഗ്രഹിക്കുവാനും ദൈവം നമ്മെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ സീമാ നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട്, രാവിലത്തെ പാട്ടിൽ വരുന്നതാണ്. അതായത് തൻ കൈപ്പണിയാ മാദത്തെ ദൈവം ഇരുന്ന് നിരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൻ്റെ കൈപ്പണിയായ ആദത്തെ ഇരുന്ന് നിരീക്ഷിക്കുക. അതിനൊരു പടം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കാണുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ കരത്തിൽ അവൻ ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെ ഏതൊരു നിമിഷവും ശ്രദ്ധിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട് എന്ന് പ്രാർത്ഥനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തെ മെച്ചപ്പെടുത്തി ആ ദൃഷ്ടിക്ക് അല്ലെങ്കിൽ ആ നോട്ടത്തിന് തെളിമയുടെ ഒരു അനുഭവം നമുക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകാം. അവിടെ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഒരു ശ്രദ്ധയ്ക്ക് മുമ്പിൽ മൂടുപടങ്ങൾ വന്നാൽ, ഒരു മൂടുപടം വന്നാൽ അല്ലെങ്കിൽ ഒരു മറവ് വന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും എന്ത് ചെയ്യുകയില്ല, തെളിമയോടുകൂടെ കാണുവാനായിട്ട് വരികയില്ല. ദൈവമുമ്പാകെ നമ്മുടെ ഈ ചില പ്രവർത്തികളൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയെ നമ്മിൽ നിന്ന് അല്പം അകറ്റുവാനായിട്ടിടയാണ്. യഥാർത്ഥമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് അവിടെ നമ്മളെ ബലപ്പെടുത്തേണ്ടത് യോനയുടെ ഒരു പ്രാർത്ഥനയാണ്. 2-ാം അധ്യായത്തിൽ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിന്റെ ദൃഷ്ടി എന്നിൽ നിന്നും അകന്നു എങ്കിലും എൻ്റെ നോട്ടം നിന്റെ ദേവാലയത്തിങ്കിലേക്ക് ആകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിന്റെ ദൃഷ്ടി എന്നിൽ നിന്ന് മാറ്റപ്പെട്ടുവെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു എന്ന് പറയുവാൻ ഇടയായത് എന്താ? ഈ സമുദ്രത്തിൽ വീണ് ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോകുവാൻ ഇടയായതിൻ്റെ കാരണക്കാരനാരാ? ഞാനാണ് എന്ന ബോധ്യം യോനയിൽ ഉളവായപ്പോഴാണ് പറഞ്ഞത്, നിന്റെ ദൃഷ്ടി എന്നിൽ നിന്ന് മാറിയെങ്കിലും എൻ്റെ നോട്ടം ദൈവമേ നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ ദേവാലയത്തിലേക്ക് തന്നെയാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഉയർന്നു നോക്കുവാൻ ഇടയാകുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മെ കരുതി നമ്മെ യഥാർത്ഥമായി നിയോഗിച്ച നിയോഗങ്ങളിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചോളും. 2 കാര്യങ്ങൾ പറഞ്ഞു. 1 തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥന, 2 സ്വയം സമർപ്പണം, 3 യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയും. വൈകാരിക തലത്തെ മറന്ന് യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ യുവാവിൻ്റെ കടന്നുവരവ് പൂർണ്ണമായിട്ടും വൈകാരിക തലമാണ്. എന്തൊക്കെയോ വന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വന്നൊരു മറുപടി കിട്ടി, 2 അത്ഭുതമൊക്കെ കണ്ട് അങ്ങ് പോകാമെന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ യുവാവ് കടന്നു വന്നത്. നമ്മളുടെയും ദൈവാന്വേഷണം അങ്ങനെയായി പോകരുത്. ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ കണ്ടിങ്ങനെ പോകാം, ചോദിക്കുന്നതൊക്കെ കിട്ടി മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നു എന്നുള്ള ഒരു യാത്ര നമ്മുടെ ദൈവാന്വേഷണത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അതാണ് വൈകാരിക തലം എന്ന് മാത്രം പറയും. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നതിൻ്റെ ഒരു തലം അവിടെയുണ്ട്.
ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവൻ പറഞ്ഞ കാര്യത്തോട് ചേർന്ന് ഈ കൽപ്പനകളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ യുവാവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം ഞാൻ പ്രമാണിക്കുന്നുണ്ട്. തൊട്ടു പുറകെ ക്രിസ്തു അവനെ നോക്കി സ്നേഹിച്ചു. ഞാൻ പറഞ്ഞു ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം. എന്താ പറഞ്ഞ? ക്രിസ്തു അവനെ നോക്കി സ്നേഹിച്ചു. അവിടെ എന്താ? ഒരു ബന്ധം ക്രിസ്തു അവൻ്റെ മേൽ പുലർത്തുകയാണ്. അത്ര വലിയ ഈ പറഞ്ഞ പോലെ തിരിച്ചറിവും സമർപ്പണവും ഒന്നും ഇല്ലെങ്കിലും ദൈവം അവനെ ഒന്ന് തന്നോട് അടുപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനെ നോക്കി അവനെ സ്നേഹിക്കുക. സ്നേഹിച്ചിട്ട് അവനോട് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ നിനക്കൊരു കുറവ്, അതിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. നിനക്കൊരു കുറവുണ്ട്, ആ കുറവിനെ നീ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. എന്നിട്ടാണ് ക്രിസ്തു അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. വാക്യം പറയുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് വിഷാദിച്ച് തിരിച്ചുപോയി. ഇതിനകത്ത് മറ്റൊരു തലമുണ്ട്. നമ്മൾ ഇത് ഒറ്റ വായന വായിച്ചപ്പോൾ, നമ്മൾ ആദ്യം കൊല ചെയ്യരുതെന്ന് പറഞ്ഞതുപോലെ ഒറ്റ വായന ഈ വാക്യത്തിലൂടെ വായിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇവൻ ഒരുപാട് പണവും ഒരുപാട് സ്ഥലവും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന വലിയ ധനികനായ ഒരു മനുഷ്യൻ ആണ് എന്നാണ്. പക്ഷെ ഇതിൻ്റെ താഴെ ക്രിസ്തു അവനോട് പറഞ്ഞത് എന്താ? നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണമെന്ന്, അല്ലേ? നിനക്കുള്ളത് വിറ്റ്. അപ്പം അവിടെയാണ് നമ്മുടെ ചിന്തയെ വീണ്ടും ഒന്ന് വേർതിരിക്കേണ്ടത്. ഈ നിനക്കുള്ളത് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഉള്ളതെന്താ ഈ ഭൂമിയിൽ? നിങ്ങളോട് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ളത് എന്താ? നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? ഒന്നുമില്ലെന്ന് പറയരുത്. സ്വാഭാവികമായിട്ട് നമ്മൾ ലോകപരമായ അനുഭവത്തിൽ പറയുമ്പോൾ നമുക്കുള്ള ചിലതൊക്കെ പറയാനുണ്ട്. വീട്, കാറ്, ഫലം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ അല്ലെങ്കിൽ ഒരു മറുപടിയും പറയാതിരിക്കണമെങ്കിൽ നമ്മൾ പറയും, ഒന്നും അങ്ങനല്ല, നമ്മൾ ധനികരാ. അതാണ് ആ വേദഭാഗം, ആ വാക്യം നമ്മളോട് പറയുന്നത്. ചില ധനികത നമുക്ക്, ക്രിസ്തു പറഞ്ഞത് നിനക്കുള്ളത് വിറ്റുകൊടുക്കണമെന്ന്. ഞാൻ ഇതിന് എന്നെ തന്നെ ഉദാഹരണം എടുക്കുക. വിച്ച് മീൻസ്, ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ എന്ത് ചെയ്യും? മരിക്കും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും മരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ മരണപ്പെട്ടാൽ, ഇപ്പോൾ മരണപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഭദ്രാസനത്തിൽ അറിയിച്ച് എനിക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ അവരവിടെ ചെയ്യുകയാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഏതൊരു മനുഷ്യനെയാണെങ്കിലും അടക്കം ചെയ്യാനായിട്ട് എടുക്കുമല്ലോ. എടുക്കുമ്പോൾ നമ്മൾ ഉടുപ്പിക്കാൻ വസ്ത്രവും ഒക്കെ എടുക്കും. അച്ഛന്മാരെ സംബന്ധിച്ച് അവരെ ഉടുപ്പിക്കാനായിട്ട് നല്ല ഒരു കാപ്പ എടുക്കണം. കൂടാതെ നമ്മുടെ കമ്മീസിൻ്റെ സെറ്റോ എന്താണെന്ന് വെച്ചാൽ എടുക്കണം. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു. ആ ആഗ്രഹമാണെന്നല്ല, നമ്മൾ ഈ പോകുന്നിടത്ത് പൊതുവേ ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും വിടാതെ മാറ്റിവെക്കുന്ന ഒരു 2 സെറ്റ് തുണി കാണും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നല്ല ഇടങ്ങളിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ ആഗ്രഹം ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്നൊരെണ്ണം എടുക്കണമെന്നാണ്. കാപ്പ, ഞാൻ പട്ടമേറ്റ കാപ്പ ഇടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. പക്ഷേ ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. പെട്ടെന്നായി സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളായ അച്ഛന്മാർ വീട്ടിൽ ചെന്നിട്ട് ഒരു വസ്ത്രം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരെണ്ണമായിരിക്കും വീട്ടുകാരെടുത്ത് കൊടുക്കുന്നത്. ഒരു കാപ്പ എടുത്തു തരാൻ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച കുർബാന ചൊല്ലിയ കാപ്പയായിരിക്കും എടുത്ത്. എവിടെ എൻ്റെ ആഗ്രഹം? അടിയിലിരിപ്പുണ്ട്, അലമാരയുടെ എവിടെയെങ്കിലും കാണും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മരിക്കുമ്പോൾ ഇടാനുള്ള വസ്ത്രത്തിന്മേൽ തീരുമാനമെടുക്കാൻ പോലും ആർക്ക് അധികാരമില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളിൽ മേൽ നമുക്ക് എന്തുവാ ഉള്ളേ? ഒന്നുമില്ല. പക്ഷെ ചിലതുണ്ട്. അതെന്താണെന്നറിയാമോ? മരിച്ചാലും എങ്ങും വിട്ടിട്ട് പോകാത്ത കുറേ സാധനമുണ്ട്. ഒന്ന് എന്തുവാ? അസൂയ, ദേഷ്യം, കോപം, പിണക്കം. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല. ഇടാത്ത വസ്ത്രം അലമാരി വെച്ചിട്ട് പോകും. എൻ്റെ കുറച്ച് അസൂയ ഞാൻ പാത്രത്തിൽ അടച്ച് ഇവിടെ വെച്ചേക്കാം, നീ എടുത്തോ എന്ന് നമ്മൾ വെക്കത്തില്ല. അപ്പം നമുക്ക് മനുഷ്യന് ധനികതയുള്ളത് എന്തിലാ? ഈ പറഞ്ഞ സാധനത്തിൽ. ഇതാണ് ഇട്ടുമൂടാനുള്ളത് നമ്മുടെ കയ്യിൽ കാണും. ഏതാ? സ്നേഹമില്ലായ്മ, അഹങ്കാരം, ദേഷ്യം, കോപം, അസൂയ, പിണക്കം. ഈ സാധനങ്ങൾ ഇട്ടുമൂടാനുള്ളത് നമ്മുടെ മുമ്പിൽ. ക്രിസ്തു ഇത്രേ പറഞ്ഞുള്ളൂ, നീ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് നീ വിൽക്കണം എന്ന് പറഞ്ഞാൽ, നമുക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വല്ലാതെ ഭരിക്കുന്ന അസൂയയും പിണക്കവും ദേഷ്യവും ക്രോധവും കോപവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിറ്റുകളയണം. വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കയ്യിലുള്ള ഒരു വാച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊടി പോലും എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ ഓണർഷിപ്പിലില്ല. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പിണക്കം, ഒരു അസൂയ
പൂർണ്ണമായിട്ട് അങ്ങ് വിൽക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ മുമ്പിൽ എന്തേ ഉള്ളൂ? എനിക്കൊരു മനുഷ്യനോട് അതിയായ കോപവും ദേഷ്യവും അല്ല അസൂയ, ആ മനുഷ്യനെ കാണുമ്പോഴല്ലേ ഇതങ്ങ് വർദ്ധിച്ചു വരിക. അപ്പോൾ ആ മനുഷ്യനോടുള്ള അസൂയ മുഴുവനായിട്ട് ഞാനങ്ങ് വിട്ടാൽ പിന്നെ ആ മനുഷ്യനോട് എന്തേ എനിക്കുള്ളൂ? സ്നേഹം. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് സമാധാനം നൽകുന്നു. സത്യത്തിൽ പുരുഷാരത്തെ പഠിപ്പിക്കുന്ന ഇടത്തിൽ ക്രിസ്തു പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അല്ലേ? സത്യത്തിൽ ഈ ആദ്യകാലത്ത് ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനം എവിടെയാ? സ്നേഹമുണ്ടെങ്കിൽ കൊലയില്ല, സ്നേഹമുണ്ടെങ്കിൽ വ്യഭിചാരമില്ല, സ്നേഹമുണ്ടെങ്കിൽ മോഷണമില്ല, സ്നേഹമുണ്ടെങ്കിൽ ചതിവില്ല. ഉണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ കള്ളസാക്ഷ്യം ഉണ്ടാവുകയില്ല, സ്നേഹമുണ്ടെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ ആരും പറയണ്ട. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനമാണ് എന്ത്? സ്നേഹം എന്ന് പറഞ്ഞു. ക്രിസ്തു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നീ എന്നെ പിൻപറ്റുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്റെ മൊത്തത്തിലുള്ള ഇടപെടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, നിനക്കുള്ളതിനെയൊക്കെ നീ എന്ത് ചെയ്യണം? വിൽക്കണം. അത് തിരിച്ചറിയുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? വേദഭാഗം പറഞ്ഞത് ധനികൻ അവൻ്റെ ധനികതയായിരിക്കാം, പക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവന് ഭയങ്കര ധനികതയാണ് ഈ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വിഷാദിച്ച് പോയി. ആ ബോധ്യത്തിലേക്ക് അവന് വരാൻ കഴിയാത്തത് കൊണ്ട്, സ്നേഹമുള്ള ഹൃദയത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ട്. എന്തുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് അവന് ബോധ്യപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ: അവൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് ക്രിസ്തു എന്ന അറിവിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം നമ്മളോട് പറഞ്ഞു, ക്രിസ്തുവിന് ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ പോരാ, തിരിച്ചറിയുവാനായിട്ട് ഇടയാകാം. അവൻ ക്രിസ്തുവിനെ അന്വേഷിച്ചത് വെറുതെ ഒരു സമർപ്പണ അനുഭവത്തില്ല. പക്ഷേ ഈ വേദഭാഗം നമ്മളോട് പറഞ്ഞു, വെറുതെ അങ്ങ് സമർപ്പിച്ചാൽ പോരാ, സ്വയം സമർപ്പണമുണ്ടാകണം. ആരുടെയും പ്രേരണ മൂലമല്ലാതെ, ഒന്നും കണ്ടിട്ടല്ലാതെ, ഒരിക്കലും പിരിയാത്ത ഒരു സമർപ്പണം ദൈവസന്നിധിയിൽ നമ്മൾ ഉടലെടുത്തുവെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനകളും ക്രിസ്തു അന്വേഷണങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇടയാവുകയുള്ളൂ. വീണ്ടും പറയുന്നു, വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ആവരുത് ദൈവാന്വേഷണത്തെ നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ വൈകാരിക തലങ്ങളെ മറന്ന് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ നാം അന്വേഷിക്കുന്നു എങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ദൈവം നമ്മോട് പറയുന്നതിനെ ബോധ്യപ്പെടുവാനായിട്ട് നമുക്ക് ഇടയാകും. ഏതൊരു കഷ്ടതയിൽ നിന്ന്, ഏതൊരു വേദനയിൽ നിന്ന്, ഏതൊരു രോഗത്തിൽ നിന്ന്, ഏതൊരു പ്രയാസത്തിൽ നിന്ന്, ഏതൊരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മോട് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയണം എങ്കിൽ ഈ ഒരു യാത്ര ആവശ്യമാണ്. തിരിച്ചറിവോടും സ്വയം സമർപ്പണത്തോടും വൈകാരിക തലത്തെ മറന്ന് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോഴും മാത്രമേ ഇത് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ആ ബോധ്യം ഈ യുവാവിനില്ലാതെ പോയതുകൊണ്ട് അവൻ വിചാരിച്ചു അവൻ്റെ കയ്യിലുള്ളതെല്ലാം അവൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളും വിൽക്കണമെന്ന. പക്ഷെ ക്രിസ്തുവിന് സ്വത്തും സമ്പാദ്യം കൊണ്ട് എന്താണ് ആവശ്യം? ക്രിസ്തു നമ്മളോട്, ദൈവം നമ്മോട് നമ്മുടെ ഒന്നിനെ പറ്റി ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവം ആവശ്യപ്പെട്ടതൊന്നേ ഉള്ളൂ, നമ്മളുടെ ഹൃദയമാണ്. നമ്മളുടെ ഹൃദയമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ആ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു വാസം ഒരുക്കുവാനായിട്ട് നമുക്കിടയാകുമ്പോൾ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. പറുദീസയുടെ ഏദൻ തോട്ടത്തിൻ്റെ ആദ്യ അനുഭവം നമുക്ക് ഈ ഭൂമിയിൽ തീർക്കുവാനായിട്ട് ഇടയാകും. പാട്ടുകളിൽ പറയുന്നുണ്ടല്ലോ, ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം തീർക്കുവാൻ ഭൂമിയിൽ തീർക്കപ്പെട്ട പറുദീസയാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം ഇന്ന് സത്യത്തിൽ കനി തിന്നാൻ പാമ്പ് വന്ന് പറഞ്ഞതിന് ശേഷമുള്ള ജീവിതതലത്തിലാണ്. ഒരു തിരികെ പോക്ക് നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. അത് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ജീവിതത്തെ നിർവഹിപ്പാനും ദൈവത്തോട് ചേർന്നുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് നേടിയെടുക്കുവാനും കഴിയുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മൾ പാടുന്ന ഒരു അനുതാപത്തിൻ്റെ മെമ്മറിയും, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. അല്ലേ? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണയ്ക്കുക. കാഴ്ച അണയ്ക്കുന്നത് എവിടെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച്, ഒരു വ്യക്തിക്ക് നമ്മൾ കാഴ്ച അണയ്ക്കുന്നത് എവിടെയാണ്? അവൻ്റെ കാൽക്കലാണ്. അപ്പം നമ്മൾ പാടി വെക്കുന്നത് ഇതാണ്: എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ കാഴ്ചയണപ്പാൻ, എന്നെ തന്നെ സമർപ്പിക്കണമെങ്കിൽ ക്രിസ്തുവോളം വിനയമുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. ഇപ്പം ക്രിസ്തുവിൻ്റെ കാൽക്കൽ നമ്മൾ വീഴണമെങ്കിൽ
ആ വിനയത്തെ നമ്മൾ നേടണം, ആ സ്വഭാവത്തെ നമ്മൾ നേടണം. ആ ക്രൈസ്തവ ബോധ്യത്തെ അല്ലെങ്കിൽ ക്രിസ്തു ഭാവത്തെ നമ്മൾ നേടുമ്പോൾ അവൻ്റെ കാൽക്കൽ നമുക്ക് സമർപ്പിക്കാനിടയാകുന്നത്. 2 പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ നിനക്ക് സുഗന്ധമായി അർപ്പിക്കാൻ കൃപ ചെയ്യണമെന്ന്. സുഗന്ധം അർപ്പിക്കപ്പെടുന്നത് എങ്ങനെ? ഇന്ന് ഇവിടെ നമ്മൾ ധൂപം വീശിയ സമയത്ത് അതിനകത്തേക്ക് എന്തിട്ടു? കുന്തിരിക്ക വിട്ടു. കനലിൽ അത് കുന്തിരിക്കം പോലെ കിടന്നതുകൊണ്ടല്ലേ, പാത്രത്തിലിരുന്നപ്പോഴും അല്ല നമുക്ക് ആ സുഗന്ധം ലഭിച്ചത്, മറിച്ച് കനലിൽ വീണ് അത് ഉരുകപ്പെട്ടപ്പോഴാണ് അതിൻ്റെ സുഗന്ധം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായത്. അതുകൊണ്ട് ഓർത്തോ, ക്രൈസ്തവനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ആ സുഗന്ധത്തെ നമ്മൾ പുറപ്പെടുവിച്ചേ മതിയാകും. അതിന് ഒരു കനലിൽ വീഴ്ച ആവശ്യമാണ്, അതിന്മേൽ ഉരുകിത്തീരൽ ആവശ്യമാണ്. അവിടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഗന്ധത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഈ കട്ടയായിട്ടിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനകൾ, നമ്മുടെ ഓരോ നമസ്കാരങ്ങൾ ഇങ്ങനെ വെറുതെ പാടി തീർക്കാതെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, ദൈവം നമ്മോട് സംസാരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ നിവർത്തിപ്പാൻ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ നോമ്പ് കാലഘട്ടം അപ്രകാരമുള്ളൊരു രൂപാന്തരത്തിന് ദൈവം വഴിതെളിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവമേ, അനുഗ്രഹീത ദിവസത്തിന് നിമിഷത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ദാനമായി തന്നിട്ടുള്ളവ മാത്രമാകുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകലതിനെയും പൂർണ്ണമായി തിരുമുമ്പാകെ സമർപ്പിപ്പാനും സമർപ്പണത്തോടുകൂടി ജീവിതത്തെ നയിപ്പാനും അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ അവിടുന്ന് അടിയങ്ങളോട് ഇടപെടുന്നതിനെ, അടിയങ്ങളോട് സംസാരിക്കുന്നതിനെ തിരിച്ചറിയുവാനുള്ള ഒരു കേൾവി അടിയങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ മുഖത്തെ തെളിമയോടുകൂടെ കാണുവാനുള്ള കാഴ്ചയെ അടിയങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ യുവാവ് അന്വേഷിച്ചതുപോലെയല്ല, തിരിച്ചറിവോടും സ്വയം സമർപ്പണത്തോടും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ വൈകാരിക തലങ്ങളെ മറന്നുകൊണ്ട് ദൈവമേ നിന്നെ അന്വേഷിപ്പാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്നതിന് പ്രകാരം ജീവിതത്തെ നവീകരിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ. അടിയങ്ങളിൽ നിന്ന് വാങ്ങിപ്പോരെ ശ്രേഷ്ഠമാകുന്ന ഗണങ്ങളിൽ അവിടുന്ന് ചേർക്കണമേ. ഇടവകയെ കർത്താവെ, ഈ ശുശ്രൂഷയെ കേൾക്കുകയും അതിനോടൊന്നായി തീരുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനെ നയിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും കുടുംബത്തോടുകൂടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ ഇടവകയോട് ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, അതിനോട് ചേർന്നിരിക്കുന്ന രോഗികൾ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, ദൂരെയും ചാരയും ആയിരിക്കുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്കായി കാത്തിരിക്കുന്നവർ, സകലരെയും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരുണയാലും കൃപയാലും സകല അനുഗ്രഹങ്ങളിലേക്കും കടന്നു കയറുവാൻ അവിടുത്തെ കൃപ അവരിൽ മേൽ വ്യാപരിക്കുമാറാകണമേ. അടിയങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ അവിടെ നിന്ന് ഓർക്കുമാറാകരുതേ. സകലതും തിരുമുമ്പാകെ മാത്രം അടിയങ്ങൾ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. ഈ ഒരു അനുഭവത്തിൽ ഇവിടെ ആയിരിക്കാൻ, നിങ്ങളോടൊപ്പമായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം ഇതിനുവേണ്ടി ക്ഷണിച്ച വൈദിക ശ്രേഷ്ഠരോട്, ഇടവകയുടെ എല്ലാ വ്യക്തിത്വങ്ങളോടുമുള്ള സ്നേഹാദരവുകൾ അറിയിക്കട്ടെ. പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എളിവനായ എന്നെയും ശുശ്രൂഷകളെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അധികം പഠിപ്പിക്കുവാൻ ശ്രമിച്ചില്ല, ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവയെ ജീവിതത്തിൽ വെളിച്ചമായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.